know which temple opens first in India every day? Can you believe that it's in Kerala? The Thiruvarpa Sri Krishna temple, located at a village near Kerala's Kottayam district, opens its doors at 2 a.m. every day, long before sunrise. നമസ്കാരം, ഞാൻ ഹരി നമ്പൂതിരി, തിരുവാർപ്പ് ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഈ തിരുവാർപ്പ് ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതത്തിൽ ആദ്യം തന്നെ നട തുറക്കുന്ന ക്ഷേത്രമാണ്. രാവിലെ 2 മണിക്ക് പള്ളി നിർത്തി 2:30-ക്ക് നട തുറക്കും. This early start is based on the belief that Lord Krishna, the main deity here, cannot bear hunger. And that's just one of the many unique traditions of this temple. Let's explore the rich history, the curious mythology of Thiruvarpa Sri Krishna temple. ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ പത്മപാദരുടെ പ്രതിഷ്ഠയാണെന്നാണ് സങ്കല്പം. പത്മപാദ പ്രതിഷ്ഠയായ തിരുവാർപ്പിൽ കായലിൽ നിന്നും പത്മപാദർക്ക് ലഭിച്ചതാണ് തിരുവാർപ്പിലെ വിഗ്രഹം എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. തിരുവാർപ്പ് സ്വാമിയാർ മഠത്തിലെ ശങ്കരാചാര്യരുടെ പ്രഥമ ശിഷ്യനായ പത്മപാദർ കായലിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചതായിട്ടാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. പഞ്ചപാണ്ഡവരിൽ ദ്രൗപദി പാഞ്ചാലി പൂജിച്ച കൃഷ്ണവിഗ്രഹമാണ് തിരുവാർപ്പിലെന്നാണ് പറയുന്നത്. അജ്ഞാതവാസക്കാലത്ത് ഈ വിഗ്രഹം കായലിലൊഴുകുകയും അതോടൊപ്പം വിഗ്രഹവും അക്ഷയപാത്രവും, വാർപ്പ് അക്ഷയപാത്രമാണെന്നാണ് പറയുന്നത്. അപ്പം അജ്ഞാതവാസക്കാലത്ത് വാർപ്പും പൂജിച്ചിരുന്ന കൃഷ്ണവിഗ്രഹവും കായലിലൊഴുകുകയും ജലാധിവാസത്തെ തുടർന്ന് ആ വിഗ്രഹം കായലിൽ നിന്നും കായലിലൂടെ സഞ്ചരിച്ചിരുന്ന പത്മപാദർക്ക് ലഭിക്കുകയും അദ്ദേഹം ആ വിഗ്രഹം ഒഴുക്കി വിടുകയും വിഗ്രഹം വന്ന് തിരുവാർപ്പിൽ അടുക്കുകയും വിഗ്രഹത്തിന് പിന്നാലെ എത്തിയ പത്മപാദർ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശാസ്താവിനായി നിർമ്മിച്ച തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൃഷ്ണവിഗ്രഹം പ്രതിഷ്ഠിക്കുകയുമാണ് ചെയ്തത്. ആദ്യമായി തിരുവാർപ്പിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് വലിയ മഠത്തിലാണ്. പെട്ടെന്നുണ്ടായ, അതായത് യാദർച്ഛികമായി ലഭിച്ച വിഗ്രഹമായതിനാൽ പെട്ടെന്ന് വിഗ്രഹം വലിയ മഠത്തിൽ പ്രതിഷ്ഠിക്കുകയും ആദ്യമായി നിവേദിച്ചത് കണ്ണിമാങ്ങായും കരിക്കുമാണ്. അതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇന്നും 10 ഉത്സവ നാളിൽ വലിയ മഠത്തിൽ ഇറക്കിപ്പൂജയുണ്ട്, ആറാട്ടിൻ്റെ അന്ന്. അപ്പോൾ ആദ്യ നിവേദ്യമെന്ന നിലയിൽ കണ്ണിമാങ്ങായും കരിക്കും ഇപ്പോഴും അവിടെ നിവേദിക്കുന്നുണ്ട്. Here, the priest is allowed to carry an axe along with the key when he goes to open the temple in the morning, because it's believed that the Lord Krishna, the form of the Lord Krishna worshipped here, cannot tolerate hunger. So, if there is a delay in opening the door, the priest is allowed to break it open. പൂജാക്രമങ്ങൾക്ക് നേരെ നീക്കം പാടില്ലാത്ത ഏക ക്ഷേത്രമാണ്. ഇവിടെ എന്ത് തന്നെ സംഭവിച്ചാലും പൂജകൾക്ക് മാറ്റമുണ്ടാകാൻ പാടില്ല എന്നാണ്. സൂര്യൻ്റെ അയനങ്ങൾക്കനുസൃതമായും നക്ഷത്രവാക്യങ്ങളുമൊക്കെയാണ് പ്രാചീന കാലത്ത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ഏകദേശം ഉദയാൽപരം എന്നാണ് തിരുവാർപ്പിലെ എല്ലാ പൂജകൾക്കുമുള്ള വെപ്പ്. ഈ പൂജയ്ക്ക് നേരെ നീക്കം പാടില്ലാത്തതിനാൽ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ താക്കോൽ പൂജാരിയെ ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മേൽശാന്തിയെ ഏൽപ്പിക്കുമ്പോൾ ഒരു കോടാലി കൂടി ഏൽപ്പിക്കും എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഒരു കോടാലി കൂടി ഏൽപ്പിക്കണം എന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. കാര്യം, എന്തെങ്കിലും കാരണവശാൽ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ തുറക്കാൻ പാടില്ലാതെ വന്നാൽ പൂജാരിക്ക് കോടാലിക്ക് വെട്ടിപ്പൊളിച്ചും അത് തുറന്ന് ചെയ്യണം. അതതിൻ്റെ കൃത്യനിഷ്ഠതയെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലാതെ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിക്കണം എന്നുള്ളതല്ല. എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ പോലും പൂജയ്ക്ക് മുടക്കം വരാൻ പാടില്ല എന്നാണ് അതിൻ്റെ പടിത്തരത്തിലുള്ളത്. രണ്ട് മണിക്ക് പള്ളി ഉണർത്തലിന് ശേഷം 2:30-ക്ക് നട തുറന്നാൽ 3:30-ക്ക് മുമ്പ് തന്നെ അഭിഷേകം കഴിഞ്ഞാൽ ഉടൻ തന്നെ
പായസം നേദിക്കണം. അത് ഉഷപ്പായസം എന്ന് പറയും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായൊരു വഴിപാട്. ഈ ഉഷപ്പായസം ഒരു ദിവസം ഒരാളുടെ മാത്രം വഴിപാട് നടക്കുകയുള്ളൂ. അത് ബുക്കിംഗാണ്. ഇപ്പോൾ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും 10 വർഷത്തേക്കാണ്. 2034 വരെയുള്ള ബുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ പൂജകളുടെ സമയങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് ടൈം അല്ല, സൂര്യൻ്റെ അയനങ്ങൾക്കനുസരിച്ചാണ് ഓരോ പൂജ. ഇതും രണ്ടാമത്തെ പൂജ ഉഷനേദ്യം കഴിഞ്ഞിട്ടുള്ള പൂജ വരുന്നത് ഉദയത്തിന് 1 മണിക്കൂർ മുമ്പ് വൈശ്യം തൂകാൻ പാകത്തിനുള്ള കണക്കിൽ. അതുപോലെ പന്തീരടി പൂജയ്ക്കാണെങ്കിലും ശ്രീകോവിലിൻ്റെ പിന്നിൽ ഒരു ആനയുടെ പ്രതിമയുണ്ട്. അതിൻ്റെ മസ്തകത്തിൽ വെയിൽ വരുന്ന കണക്കനുസരിച്ചാണ് പന്തീരടി പൂജ വരുന്നത്. അത്താഴപൂജ വരുന്ന കൃത്യം അസ്തമയ സമയത്താണ് അതിൻ്റെ നിവേദ്യ സമയം. പിന്നെ നട അടയ്ക്കുന്ന സമയം അസ്തമയം കഴിഞ്ഞാൽ 1 മണിക്കൂർ 12 മിനിറ്റുള്ളിൽ തന്നെ ശിവേലിയും കഴിഞ്ഞ് നട അടയ്ക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ കണക്കുകൾ. Tiruvapur is also one of the very few temples that stays open during eclipses, a practice uncommon for most Hindu temples. പണ്ടെങ്ങോ ഒരു നീണ്ടു നിൽക്കുന്ന ഗ്രഹണ സമയത്ത് ക്ഷേത്രനട അടച്ചിടുകയും അതിനുശേഷം തുറന്നപ്പോൾ ഭഗവാന്റെ അരമണി ഊർന്ന് താഴെ കിടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നടന്ന ദൈവജ്ഞന്മാരിൽ നടന്ന ഒരു ദേവപ്രശ്നത്തിൽ ഭഗവാന് പൂജകൾ മുടങ്ങാൻ പാടില്ലാത്തതിനാൽ ഗ്രഹണം ഇവിടെ ബാധിക്കില്ല എന്നാണ് ആ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതെന്നാണ്. നൂറ്റാണ്ടുകളായി തിരുവാർപ്പിൽ ഗ്രഹണ സമയത്ത് പൂജ നടക്കുകയുണ്ട്. പൂജാസമയങ്ങളിലാണ് ഗ്രഹണം വരുന്നതെങ്കിൽ ക്ഷേത്രനട അടയ്ക്കാറില്ല. പക്ഷേ ക്ഷേത്രത്തിനുള്ളിലുള്ള ആരെയും പുറത്തേക്ക് കടത്തുകയോ പുറത്തുള്ള ആരെയും ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലേക്ക് കടത്തുകയോ ഗ്രഹണ സമയത്ത് ചെയ്യാറില്ല. Tiruvapur temple is just 7 kilometers away from Kottayam town. If you are planning a visit, you can also explore nearby destinations like Malarikal, known for its seasonal water lilies, and Kumaragam, famous for its backwaters and bird sanctuary.